കുറച്ച് നാളുകളായി PC ജോർജിനെയാണ് ഈ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ ചില ജിഹാദി ഗ്രൂപ്പുകൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അദ്ദേഹം വാ തുറന്നാൽ കേസാണ്. ഇപ്പോൾ തൊടുപുഴയിലെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് PC ജോർജിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ തുടർച്ചയായി ലക്ഷ്യമിടുന്നത്? തുറന്നു പറച്ചിൽ വലിയൊരു കുറ്റം തന്നെയാണ്. തുറന്നു പറയും, എല്ലാ കാര്യങ്ങളും അദ്ദേഹം അങ്ങ് തുറന്നു പറയും. അത്രയും അങ്ങ് തുറക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ചും നമ്മുടെ പബ്ലിക് ഡീസൻസി വിചാരിച്ചു എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നില്ല എന്നുള്ളത് തന്നെ. വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ മറുഭാഗത്തു നിന്നുണ്ടായാലും നമ്മൾ ഈ കാര്യത്തിലൊക്കെ കുറച്ച് നിയന്ത്രണം അതില്ലാത്ത ഒരാളാണ്. ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാത്തൊരു ആളാണ്. ബെല്ലേ ഉള്ളൂ, ബ്രേക്കില്ല. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രശ്നം വരുന്നത്. അത് നിയമസഭയിലും എല്ലാം അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതുപോലെ തന്നെയായിരുന്നു EK നായനായിരുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയുമായിരുന്നു. ഒരു കേസ് പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും തുറന്നടിച്ച് പറയുന്ന പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. ഒരു കേസ് പോലും അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടില്ലെന്നുള്ളതാണ് വാസ്തവം. പലതും ഇദ്ദേഹം നർമ്മരൂപത്തിൽ പറയുന്നത്. മലബാർ മേഖലയിൽ ഉസ്താദുമാർ യൂട്യൂബിലൂടെ എന്തെല്ലാം വിളിച്ച് പറയുന്നു, എന്തെല്ലാം ഒരു കോടതി തന്നെ നിയമിക്കേണ്ടി വരും അവിടെ പ്രത്യേകം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനല്ല. ഇപ്പോൾ വേട്ടയാടാൻ പറ്റിയ ആൾ PC ജോർജാണ്. PC ജോർജിനെ ഒന്ന് വേട്ടയാടിയാൽ ആ കേസൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മലബാർ ഭാഗത്തുനിന്ന് കൂടുതൽ വോട്ടുകൾ കിട്ടും. അതാണ് എൻ്റെ ഒരു സൈക്കി. മാധ്യമങ്ങളെല്ലാം ഈ ഹിന്ദുവിരുദ്ധത പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഹിന്ദുവിരുദ്ധത എടുത്തങ്ങ് കാച്ചും. അവരുടെ വ്യൂവർഷിപ്പ് കൂടും. അതാണ് അവരുടെ റേറ്റിംഗ് കൂടും, റേറ്റ് കാർഡ് ഉയരും, നല്ല റേറ്റ് കാർഡ് കിട്ടും. ഇതാണ് അതിൻ്റെ കാര്യം. അതനുസരിച്ച് പരസ്യം കിട്ടും, വരുമാനം കൂടും, നല്ല കാര്യം തന്നെ. അതാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം സംഘടിതമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ഐക്യദാർഢ്യം നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ് നിങ്ങളുടെ റേറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. വിഘടിതമായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിന് അങ്ങനെ ഒരു സപ്പോർട്ട് തരാൻ നിങ്ങൾ കഴിയില്ല. അതുകൊണ്ടാണ് ഹിന്ദുക്കളെ എല്ലാം ഹിന്ദു വിരുദ്ധരായിട്ട് മാറുന്നത്. ഭാരതീയതയോ അതിൻ്റെ ബലിയാടാണ്. ഗുരുപൂജ പോലും നടത്താനുള്ള ഒരു അവകാശം ഗവർണർക്ക് കൊടുക്കാത്ത രാജ്യമാണ്. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ 19(1)A പ്രകാരമുള്ള അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം, എല്ലാ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഒരു ഗവർണർക്ക് സ്വാതന്ത്ര്യമില്ല. ഭാരതാമ്മയുടെ പത്രം തൻ്റെ ഭാര്യയുടെയോ കുട്ടികളുടെയോ ഒന്നുമല്ല, അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ല. അവിടെ വയ്ക്കാനൊരു സ്വാതന്ത്ര്യം പോലും നൽകാത്ത ഒന്നാണ് ഇവിടെ. പക്ഷേ അമേരിക്ക പോലെ അറിയപ്പെടുന്ന മതരാജ്യങ്ങൾ നോക്കൂ, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ബ്രിട്ടനിലും നമ്മൾ കണ്ടില്ലേ സത്യപ്രതിജ്ഞ, ബൈബിള് വെച്ചുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പുസ്തകം ബൈബിളിൻ്റെ പേരിലല്ല, ബൈബിൾ എന്ന പുസ്തകത്തിൽ തൊട്ടുകൊണ്ടേ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കൂ ആര് വന്നാലും. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം 2047 കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തന്നെ അതിലേക്കുള്ള ഒരു നീക്കമുണ്ട്. അതാണിപ്പോൾ സാർ സൂചിപ്പിച്ചത്. ഭാരതാംബ പ്രശ്നം, ഈ ഗുരുപൂജ പ്രശ്നം, ക്രിസ്മസ് അവധി പ്രശ്നം, ഓണാവധി പ്രശ്നം, ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അത് പ്രശ്നം. അങ്ങനെ ഒരു ഇസ്ലാമിക വൽക്കരണമാണ് അവിടെ നടക്കുന്നത്. ഇഫ്രിക്കോയാൽ മുത്തുപോയാൽ എനിക്ക് തോന്നുന്നപ്പോൾ അതിനെ ഒരു ഭരണം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു തോന്നുന്നു. വടക്കുന്ന് മലബാറിൻ്റെ നടുക്ക് നിന്ന് അദ്ദേഹം ഇപ്പം നയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു അമീറിൻ്റെ പ്രഖ്യാപനം കൂടാൻ മതിയല്ലേ. ഇവിടെ ഇനി ക്രിസ്മസിനും ഒന്നും അവധി വേണ്ട, ഓണത്തിനും വേണ്ട എന്ന് അദ്ദേഹം ഒരു ഫത്വ അങ്ങ് പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിനൊന്നും കുറ്റമില്ല. എത്ര പേരെ വ്രണപ്പെടുത്തുന്നതാണ്. പ്രവാസികളായിട്ടുള്ള അറേബ്യൻ രാജ്യങ്ങളിൽ കഴിയുന്ന, അമേരിക്കയിൽ കഴിയുന്ന, ആഫ്രിക്കയിൽ കഴിയുന്ന ആൾക്കാരൊക്കെ നാട്ടിലെത്തുന്ന സമ്മോഹന മുഹൂർത്തത്തിൽ അവരുടെ ഒപ്പം അവധിക്കാലം ഒന്ന് ചെലവഴിക്കാൻ പോകുന്ന കുട്ടിക്കാലത്ത് ഓർമ്മയിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഓണാവധികളാണ്. അതെ, അത് ഏതെങ്കിലും മതത്തിൻ്റെ ആഘോഷമല്ല, നമ്മുടെ ദേശീയോത്സവമാണ്. നമ്മുടെ ദേശീയോത്സവമായിട്ടുള്ള ഓണം ഇന്തോനേഷ്യയിലും മറ്റും രാമായണത്തിൻ്റെ പഴയ തച്ചു തകർക്കപ്പെട്ട വിഗ്രഹങ്ങൾ ഉടച്ചു വാർത്തുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകൾ. ഞങ്ങളുടെ പൈതൃകം എന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ നിവസിക്കുന്ന ഇന്തോനേഷ്യയിലെ സംസ്കാരം അതാണ്. ഇവിടെ അങ്ങനെയല്ല. അതിൻ്റെ ഓർമ്മകൾ പോലും മായ്ച്ചു കളയാൻ വേണ്ടി ഓണത്തിന് അവധി വേണ്ട, ക്രിസ്മസിന് അവധി വേണ്ട. ഈ അവധികളെല്ലാം ഒരു കുഴപ്പവും ഇല്ലാതെ ആസ്വദിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് അത് നിഷേധിക്കാൻ വേണ്ടിയുള്ള ശബ്ദം ആദ്യമായിട്ട് വരികയാണ്. അത് ഒരു മതനിരപേക്ഷ പണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന ആളിൽ നിന്നുണ്ടാവുകയാണ്. അത് എത്രമാത്രം വ്രണമാണ് ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ എന്താ കേസെടുക്കാത്തത്? അദ്ദേഹം നല്ല മനുഷ്യൻ തന്നെ, ശുദ്ധഹൃദയനാണ്, ഉള്ളതങ്ങ് പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെയുള്ളൂ PC ജോർജും. ശുദ്ധഹൃദയനാണ്, ഉള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോകുന്നു. അല്ല, ഈ ശുദ്ധഹൃദയത്തിൽ നിന്ന് വരുന്നത് മറ്റു മതങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ. വിഷം നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. ശുദ്ധമായ ഒരു ഹൃദയത്തിൽ ഇപ്പോൾ നായനാർ പറഞ്ഞു, ആരെയൊക്കെ എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞു, എടാ മാണി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞില്ല, എടാ ആര്യാടാ ഇതൊക്കെയാണ് വിളിക്കുന്നത്. ശുദ്ധമായ മാണി സാറിന് പോലും അദ്ദേഹം ചിരിക്കുകയുള്ളൂ. അദ്ദേഹം പറയുമ്പോൾ എടാ മാണി, എടാ കള്ള എന്ന് വിളിച്ചാലും ചിരിക്കുകയുള്ളൂ. കാരണം അത്ര വാത്സല്യത്തോടു കൂടിയാണ് അദ്ദേഹം പറയുന്നത്. വിഷം നിറഞ്ഞ ഹൃദയമല്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് അല്ല, കുറച്ച് നാളുകളായി കാണുന്ന അതല്ലല്ലോ. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ വളർച്ചയ്ക്ക് ശേഷം
ബാക്കി മറ്റു മതക്കാരെ നിരന്തരം ചൊറിയുകയാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ അതെ, ചൊറിഞ്ഞു. ആവശ്യമില്ലാത്ത ഒരു കാര്യം കോടതി അംഗീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഒരു 15 മിനിറ്റ് കൂടുതൽ അനുവദിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്താൻ വേണ്ടി ഒരു ശ്രമം, മറുവശത്ത് ആ നിലവാരം താഴ്ത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. ശാസ്ത്രീയമല്ലാത്ത വിദ്യാഭ്യാസം മദ്രസകൾ വഴി നൽകുക. ഈ ശാസ്ത്രീയത, സയൻറ്റിഫിക് ടെമ്പറമെൻറ്റ്, ശാസ്ത്രീയോന്മുഖത, ശാസ്ത്രീയ സമീപനം എന്നൊക്കെ പറയുന്നത് എവിടെ പോകുന്നു? മദ്രസകളെന്ന് പറയുന്ന അത് വിദ്യാഭ്യാസത്തിൻ്റെ അനിഷേധ്യ ഭാഗമാണ്. വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് നടത്തേണ്ടതാണോ മദ്രസകൾ? ഏതാനും വിദ്യാർത്ഥികളുടെയും മത നേതാക്കന്മാരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണ് അവരെ കൊണ്ടും ഫത്വ ഇതുപോലെ ജിഹാദി പോർവിളികൾ ഇനി നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും അത് വേണ്ട ഇത് വേണ്ട നീ പഠിച്ചു വരുന്നവരും വീണ്ടും പറഞ്ഞു തുടങ്ങും. അല്ല, ഈ പോക്കാണെങ്കിൽ കുറച്ചാളെ പറയാം സ്കൂളുകൾ പൂട്ടിക്കോളൂ, മദ്രസ ഉണ്ട്, മദ്രസകൾ വിദ്യാഭ്യാസം, അതെ എല്ലാവർക്കും അവിടെ വിദ്യാഭ്യാസം നടത്താം. ഇപ്പോൾ തന്നെ കാണാമല്ലോ ക്രിസ്ത്യൻ സ്കൂളുകളിൽ അവിടെ എല്ലാവരും പഠിക്കുന്നുണ്ട്. അവിടെ ഒരു ചാപ്പൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഷ്രൈൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പള്ളിയോ എന്തെങ്കിലും കാണും. അവിടെ എല്ലാവരും പോയി പ്രാർത്ഥിച്ചോണം. നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ എന്നുള്ള വിഷയമല്ല. അവിടെ പോയി നിങ്ങൾ പാടണം, ബൈബിൾ വായിക്കണം. ഇതാണ് അവിടുത്തെ നിയമം. അങ്ങനെ വരും. പല അൺഎയ്ഡഡ് സ്കൂളുകളിലും ആ രീതി നടപ്പാവുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മൾ കൊണ്ടെത്തിച്ച് അത് മതനിരപേക്ഷത ആകുമോ? മതമില്ലാത്ത ജീവൻ എന്നൊരു പാഠഭാഗം വന്നപ്പോൾ അതിനെന്തൊരു എതിർപ്പായിരുന്നു അത്. ഈ മതങ്ങൾ എല്ലാവർക്കും വേണമെന്നുണ്ടോ? മതമില്ലാത്ത ആൾക്കാരും ഇല്ലേ സമൂഹത്തിൽ? എല്ലാവരും ആണോ പെണ്ണോ ആവണമെന്നല്ലോ, ട്രാൻസ്ജെൻഡറും ഉണ്ട്, അവരെക്കുറിച്ചും പഠിക്കണ്ടേ? അപ്പോൾ അന്ന് വലിയ എതിർപ്പുണ്ടായ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ, അപ്പോൾ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ മതനിരപേക്ഷമാക്കുക എന്നുള്ളതല്ല, മത സംസ്ഥാനങ്ങളും മത ദേശീയതയും ആക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ എപ്പോഴും എതിർക്കുന്ന പാർട്ടിയായ CPM ഈ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. മദ്രസയുടെ സിലബസ് ഗവൺമെൻറ് തീരുമാനിക്കണം. മദ്രസ വേണം, ശരി, സിലബസ് ഗവൺമെൻറ് കാണണം. അങ്ങനെ വല്ലതും ഉണ്ടാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിച്ചുകൊള്ളൂ, എന്ത് അന്ധവിശ്വാസവും പഠിപ്പിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ധവിശ്വാസത്തിനെതിരെയുള്ള ബില്ല് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇനി കൊണ്ടുവരുമെന്ന് പറയുന്നത്. മറുവശത്തുകൂടി അന്ധവിശ്വാസം പഠിപ്പിക്കുക. ഈ മതപാഠശാലകളുടെ എല്ലാം കുഴപ്പം അവർ സന്മാർഗ വിദ്യാഭ്യാസം നടത്തിയത് നല്ലത് തന്നെ. കഞ്ചാവ്, ചരസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെയുള്ള വിദ്യാഭ്യാസം, അതിനെതിരെ സൂംബ ഡാൻസ് കൊണ്ടുവന്നപ്പോൾ അതിനെയും പോലും എതിർത്തു. അങ്ങനെ വിദ്യാഭ്യാസ കാര്യത്തിൽ അതൊരു മനുഷ്യാവകാശപരമായ ഒരാൾക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവകാശമാണ്. ആ അവകാശത്തിന് അതുപോലെ യൂണിഫോം വന്നപ്പോൾ സ്കൂളിൻ്റെ യൂണിഫോമിലാണ് പോകേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം സിനിമയ്ക്ക് പോവാം, പള്ളിയിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം, തെരുവിലിറങ്ങി നടക്കാം, നൈറ്റ് ക്ലബ്ബിൽ പോവാം, പബ്ബിൽ പോവാം, അത് കുഴപ്പമില്ല. പക്ഷേ സ്കൂൾ യൂണിഫോമിൻ്റെ അച്ചടക്കം വരുത്താൻ വേണ്ടിയാണ്. തന്നെയുമല്ല അവിടെ ഈ അന്തരം മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ലീഗിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഴുവൻ തങ്ങളാണ്. ഇനി കേരളത്തിന്റെ കാര്യം തീരുമാനിക്കാൻ ഇനി മലപ്പുറത്ത് ഇത്തരം മുസ്ലിം സംഘടനകളുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി കേരളത്തിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തുടർ സംഭവങ്ങളാണ്. കാരണം സാറ് സൂചിപ്പിച്ച യൂണിഫോം ആയാലും പിന്നീട് ഈ സൂംബ ഡാൻസ് ആയാലും ഈ രാവിലെയുള്ള സമയക്രമമായാലും ഇപ്പോൾ ഓണാവധി ആയാലും എല്ലാം ഇനി അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി സർക്കാരിന് നൽകിയാൽ മാത്രമേ നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അല്ല, തങ്ങൾ തീരുമാനിച്ചോളാം എന്നാണ് ഈ തങ്ങന്മാരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും അതങ്ങനെ വരും. ഇപ്പോൾ ജിഫ്രി മുത്ത് ഇങ്ങനെ പറഞ്ഞ ഒരാളുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടി ഫോണിൽ സംസാരിച്ചിരിക്കുക, പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണെന്ന് പറയുന്നത്. പക്ഷേ സമ്മർദ്ദം കടുത്തതായിരിക്കും ശിവൻകുട്ടിക്ക്. കാരണം ഒറ്റയാൾ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. പൊതുവായി ചന്തസ്ഥലത്ത് മോഹൻലാൽ എങ്ങനെ ഗീരിക്കാടൻ ജോസഫിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നു അതുപോലെ ഇരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി. അതേ ദയനീയാവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ ആ സമ്മർദ്ദത്തിന് വിധേയനാവും. സമ്മർദ്ദത്തിൻ്റെ അടിമയായിട്ട് അദ്ദേഹത്തിന് മാറിയേ പറ്റൂ. പോളിറ്റ് ബ്യൂറോയുടെ പിന്തുണയുണ്ടോ? സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണയുണ്ടോ? സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പിന്തുണയുണ്ടോ? പാർട്ടി സെക്രട്ടറിയുടെ പിന്തുണയുണ്ടോ? ഒന്നുമില്ല. ഒരൊറ്റയാൾ വിദ്യാർത്ഥി സമൂഹം, DYFI ഉണ്ട്, SFI ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഹോക്കുവ വിളിച്ചുകൊണ്ട് VCക്കെതിരെ എന്താണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ ഞങ്ങളുടെ അവകാശങ്ങളിൽ ഇടപെടരുതെന്നൊരു വിരൽ ചൂണ്ടാൻ ഒരൊറ്റ ഒരുത്തനുണ്ടോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.